ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഏഗൻ ലേണിംഗ്. അപ്പം നമ്മുടെ സോഷ്യൽ പരീക്ഷയ്ക്ക് ഇനി ഒരു ദിവസം കൂടെ മാത്രമേ ഉള്ളൂ അല്ലേ? നിങ്ങളുടെ ഫൈനൽ എക്സാം ആണ് SLCയിലെ. സോഷ്യലിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ് സാർ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതെങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. രാഷ്ട്രത്തിന്റെ പരിണാമ സിദ്ധാന്തം വ്യക്തമാക്കുക അല്ലെങ്കിൽ വിശദമാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കും. നമ്മളെ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസിലെ സ്ഥിരം ചോദ്യം, ഇതില്ലാത്ത ചോദ്യ പേപ്പറുകൾ വളരെ വിരളമാണ്. ഈ 4 രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ അല്ലേ, തിയറീസ് ഓൺ ദ ഒറിജിൻ ഓഫ് സ്റ്റേറ്റ്, ഈ 4 എണ്ണവും നിങ്ങൾ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോവാൻ. എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് 4 മാർക്കിന് ചോദിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും 2 എണ്ണം ചോദിക്കാം അല്ലേ. കിഡിലനായിട്ട് ഇത് പഠിച്ചിട്ട് വേണം പോവാൻ. ഒന്നാമത്തെ തിയറി എന്ന് പറയുന്നത് ഏതാടാ? ദൈവദത്ത സിദ്ധാന്തം അല്ലെങ്കിൽ ഡിവൈൻ റൈറ്റ് തിയറി എന്ന് പറയും അല്ലെ. ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചോ. രാഷ്ട്രം ദൈവ സൃഷ്ടിയാണ്, അതായത് എല്ലാ രാഷ്ട്രങ്ങളെയും ദൈവം സൃഷ്ടിച്ചതാണ്. രാജാവ് ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. അതേപോലെ രാജാവിന് ദൈവത്തിനോട് മാത്രമേ കടപ്പാടുള്ളൂ എന്നാണ് ഈ ഡിവൈൻ റൈറ്റ് തിയറി പറയുന്നത്. അതായത് സ്റ്റേറ്റ് ഈസ് ദ ക്രിയേഷൻ ഓഫ് ഗോഡ് ആൻഡ് കിങ് ഈസ് ദ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ഗോഡ്. കിങ് ഈസ് ഓൺലി ആൻസറബിൾ ടു ഗോഡ്. ഓക്കെ, ഈ 3 പോയിന്റുകൾ നിങ്ങൾ ഡിവൈൻ റൈറ്റ് തിയറിയിൽ അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നത് എവല്യൂഷണറി തിയറിയാണ്. നമുക്ക് കുറച്ചുകൂടെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കുറച്ചുകൂടെ നല്ല സാധനമാണ് ഈ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. അതായത് സോഷ്യൽ എവല്യൂഷന്റെ ഭാഗമായിട്ടാണ് സ്റ്റേറ്റ് ഉണ്ടായതെന്നാണ് ഈ എവല്യൂഷണറി തിയറി അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തം പറയുന്നത്. ഈ രണ്ടും ക്ലിയർ ആയിട്ട് പഠിച്ചോ. അതായത് സ്റ്റേറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഹിസ്റ്ററി, ഇറ്റ് വാസ് ഫോണ്ട് ബൈ സോഷ്യൽ എവല്യൂഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ 2 എണ്ണവും പഠിക്കുക. അതാണ് അടുത്ത പേജിൽ 2 എണ്ണം കൂടെ ഉണ്ട്. സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം അല്ലെങ്കിൽ സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്നാണ് അടുത്തതിന്റെ പേര്. ജനങ്ങൾ രൂപം നൽകിയ ഒരു കരാറിലൂടെയാണ് രാഷ്ട്രം നിലവിൽ വന്നത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവൻ രാഷ്ട്രത്തിന് രൂപം നൽകി എന്നാണ് പറയുന്നത്. അതായത് സ്റ്റേറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ആസ് എ റിസൾട്ട് ഓഫ് എ കോൺട്രാക്ട് ബൈ ദ പീപ്പിൾ. സ്റ്റേറ്റ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ ഫുൾഫിൽമെന്റ് ഓഫ് ഹ്യൂമൻ വാണ്ട്സ്. ഓക്കെ, അല്ലെങ്കിൽ ഹ്യൂമൻ നീഡ്സ്. ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞോ. അതായത് സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം എന്നാണ് ഇതിനെ പറയുക. ഇനി അടുത്തത് നമ്മളെ സ്വന്തം പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ശക്തി സിദ്ധാന്തം. ശക്തി സിദ്ധാന്തത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശക്തരായവർ ദുർബലരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചതിലൂടെയാണ് രാഷ്ട്രം ഉണ്ടായതെന്നാണ് പറയുന്നത്. അതായത് സ്റ്റേറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ആസ് എ റിസൾട്ട് ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പവർ ബൈ ദ സ്ട്രോങ് ഓവർ ദ വീക്ക്. ഇത് 4ഉം അടിപൊളിയായിട്ട് പഠിച്ചിട്ട് വേണം നാളത്തെ എക്സാമിന് നിങ്ങൾ പോവാൻ. ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ചോദ്യമായിരിക്കും ഇത്. ഓക്കെ, ഇനി അടുത്തത് സിവിക് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ പൗരബോധത്തിലെ എന്താണ് പൗരബോധം എന്നുള്ളത് ആദ്യം പഠിക്കാം. ഓക്കെ, പൗരബോധം എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം അറിയണം. പൗരബോധത്തിന് എന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും ഇതാണ് പൗരബോധം. പിന്നെ ഇങ്ങനെ എഴുതി പോകണം. അതായത് പൗരബോധത്തിനെ കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ധാരണ കൊടുക്കാൻ പറ്റണം. ഓരോ പൗരനും സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്നും സമൂഹത്തിന്റെ ഉത്തമ താല്പര്യങ്ങളാണ് പൗരൻ്റേതെന്നുമുള്ള തിരിച്ചറിവിനെയാണ് നമ്മൾ പൗരബോധം എന്ന് പറയുന്നത്. അതായത് സിവിക് കോൺഷ്യസ്നെസ് ഈസ് ദ റെക്കഗ്നിഷൻ ദാറ്റ് ഈച്ച് സിറ്റിസൺ ഈസ് ഫോർ ദ സൊസൈറ്റി ആൻഡ് ദ ജെന്യൂൻ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി ആർ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സിറ്റിസൺ. ഈ കാര്യങ്ങൾ രണ്ടും കിഡിലനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം. സിവിക് കോൺഷ്യസ്നെസ് എന്താ, പൗരബോധം എന്താണെന്നുള്ളത്. ഓക്കെ, ഇതിന്റെ ഡെഫിനിഷൻ രണ്ടും ഒന്ന് തന്നെയാണ്. ഡെഫിനിഷൻ ഇംഗ്ലീഷും മലയാളം തമ്മിലുള്ള വ്യത്യാസമേ ഉള്ളൂ അല്ലേ. സിവിക് കോൺഷ്യസ്നെസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാം ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ. മലയാളം മീഡിയം ആണെങ്കിൽ പൗരബോധം എന്താണെന്നുള്ളത് ഇങ്ങനെ എഴുതാൻ അറിയണം. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കോ. ഇനി അടുത്തത്, ഇതിനെ പൗരബോധത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഈ 5 എണ്ണം ഉണ്ട് അല്ലേ. ഫാക്ടേഴ്സ് ദാറ്റ് ഫോസ്റ്റർ സിവിക് കോൺഷ്യസ്നെസ് ചോദിച്ചിട്ട് പരീക്ഷയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണിത്. ഒന്നാമത്തത് ഫാമിലി, രണ്ടാമത്തത് എഡ്യൂക്കേഷൻ, മൂന്നാമത്തത് അസോസിയേഷൻ, നാലാമത്തത് മീഡിയ, അഞ്ചാമത്തെ ഡെമോക്രാറ്റിക് സിസ്റ്റം. അതായത് കുടുംബം, വിദ്യാഭ്യാസം, സംഘടനകള്, മാധ്യമങ്ങള്, ജനാധിപത്യ രീതി അല്ലെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥ. ഓരോന്നും ഇങ്ങനെ എടുത്തെഴുതണം അല്ലേ. ഇപ്പോൾ വീട്ടിൽ നിന്നാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള അച്ചടക്കം, മര്യാദ, മുതിർന്നവരെയും നമ്മളെ കീഴെ അതായത് താഴ്ന്നവരെയും, അതായത് വയസ്സിന് കുറഞ്ഞ ആളുകളെയും നമ്മളെക്കാട്ടും കൂടിയ ആളുകളെയൊക്കെ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കുന്നത് വീട്ടിൽ നിന്നാണ് അല്ലേ. നമ്മൾ അച്ഛനും അമ്മയാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫാമിലിനെ കുറിച്ച് അങ്ങോട്ട് എഴുതിക്കൊള്ളണം അല്ലേ. പൗരബോധം വളർത്തുന്നതിൽ ഫാമിലിക്ക് വലിയ പങ്കുണ്ട്, അല്ലെങ്കിൽ എന്താ, ഫാമിലി പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫോസ്റ്ററിങ് സിവിക് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുതി തുടങ്ങുക. പിന്നെ ഇത്രയും പോയിന്റുകൾ അതിൽ കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ലൈവിലൊക്കെ ഇത് കിടിലനായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഉത്തരവാദിത്ത ബോധം വളർത്തുന്നതിലും നിലനിർത്തുന്നതിലും ഒക്കെ കുടുംബം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ എക്സെട്ര എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് പോയിന്റുകൾ അങ്ങ് എഴുതുക. ഓവറായിട്ട് തള്ളാൻ നിൽക്കണ്ട. ഓക്കെ, കുറച്ച് നല്ല പോയിന്റുകൾ അതിൽ വേണം. ഇനി അടുത്തത് എഡ്യൂക്കേഷൻ അല്ലേ. ഈ എഡ്യൂക്കേഷനുള്ള ആളുകൾക്ക് ആൾക്കാരോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയൊക്കെ പെരുമാറാൻ പറ്റുള്ളൂ. അതേപോലെ അസഹിഷ്ണുത ഉണ്ടാവില്ല. ടോളറൻസ് എന്ന് പറഞ്ഞാൽ സഹിഷ്ണുത, ലീഡർഷിപ്പ് ക്വാളിറ്റിയിലെ നേതൃഗുണം, ഇതൊക്കെ ഒരു എഡ്യൂക്കേഷൻ കിട്ടിയ ഒരാളുടെ പ്രത്യേകതയാണ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ത്രൂ എഡ്യൂക്കേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി ക്യാൻ ബി എഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് അല്ലേ.
ഈ ശാസ്ത്ര സാങ്കേതിക മേഖലയൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോഴാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പൗരബോധത്തിന് നല്ല രീതിയിൽ പൗരബോധത്തിനെയും സഹായിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുതിക്കൊള്ളാം. എഴുതൂലേ? അതുപോലെ അസോസിയേഷൻ അല്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് സംഘടനകളിലൊക്കെ അംഗമാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാടാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കാര്യം നമുക്കൊരു സംഘടനയിൽ അംഗമായിട്ടൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് അസോസിയേഷനെ കുറിച്ച് അങ്ങോട്ട് എഴുതുക. ഓക്കെ, എല്ലാത്തിലും പൗരബോധം ഇതാണ്. പൗരബോധം വളർത്തുന്നതിൽ സംഘടന വലിയ പങ്കുണ്ട്. ഇനി മാധ്യമം ചോദിച്ചു കഴിഞ്ഞാൽ പൗരബോധം ഇതാണ്. പൗരബോധം വളർത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട് അല്ലെ. നല്ല വാർത്തകൾ വായിക്കുന്ന ഒരാൾക്ക് നല്ല രീതിയിലുള്ള ഒരു ബോധ്യം ഉണ്ടാവും, ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാവും. സോ അയാൾ നല്ലൊരു പൗരനായിട്ട് വളരാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുതുക. ഓക്കെ, പിന്നെ ജനാധിപത്യം, ഡെമോക്രാറ്റിക് സിസ്റ്റം എങ്ങനെയാണ് പൗരബോധത്തെ വളർത്തുന്നത്? ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം അല്ല, അതൊരു ജീവിതചര്യയാണെന്ന് പറഞ്ഞിട്ട് വേണം എഴുതി തുടങ്ങാൻ. പൗരബോധം, ഒരു പൗരന് ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കൂടുതൽ ആൾക്കാരുടെ ആവശ്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്യുക അല്ലെ. ഡെമോക്രാറ്റിക്കലി എന്ന് പറഞ്ഞാൽ അതല്ലേ, മെജോറിറ്റീൻ്റെ കാര്യങ്ങൾ ആദ്യം ചെയ്തു കൊടുക്കുക. ഒരു പൗരനും ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തിനായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലേ. എന്നാലല്ലേ നമ്മളെ സൊസൈറ്റി നല്ല രീതിയിൽ പോവുള്ളൂ. അങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ട് അങ്ങ് ഇതിൻ്റെ ആൻസർ എഴുതിയാൽ മതി. ഓക്കെ, ജനാധിപത്യം പൗരബോധം സൃഷ്ടിക്കാനുള്ള പ്രധാന ഘടകമാണ്. ഒരു ഭരണരീതി എന്നതിലുപരി ഒരു ജീവിതചര്യയാണ് ജനാധിപത്യം. സോ പൗരബോധം വളർത്തുന്നതിൽ ജനാധിപത്യത്തിന് വലിയ പങ്കുണ്ട് അല്ലെ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എഴുതുക. നല്ല പോയിന്റുകൾ കൊടുക്കണം, തള്ളു പോയിന്റുകൾ മാത്രം എഴുതാൻ പാടില്ല. സോ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏരിയ ആണ്. ഇത് പഠിച്ചിട്ട് വേണം, ഈ ഒരു നാക്കിൽ വേണം നിങ്ങൾ എന്താ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതുപോലുള്ള കിഡിലൻ കോണ്ടന്റും ഷോർട്സുമായിട്ട് ഇനിയും ഞങ്ങൾ വരുന്നുണ്ട്. അതുവരെ നിങ്ങളെ കാണാം. ബൈ.